إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. വളരെ പ്രിയപ്പെട്ട ഒരു മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന സത്യവിശ്വാസി വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ സ്രഷ്ടാവും തമ്പുരാനും അഖില ലോകപരിപാലകനും ജഗനിയന്താവുമായ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഉത്ബോധിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയാനും ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ 66-ാം അധ്യായം സൂറ തഹ്രീമിന്റെ 11-ാമത്തെ ആയത്താണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഓതിവെച്ചത്. അതിന്റെ തൊട്ടു മുമ്പ് വരുന്ന ആയത്തിലൂടെ അള്ളാഹു ഒരു ഉദാഹരണം അവിശ്വാസികളായ ആളുകൾക്കുള്ള ഉദാഹരണമായി എടുത്തുദ്ധരിക്കുന്നുണ്ട്. ആ ആയത്തില് പരാമർശിക്കുന്നത് പ്രവാചകന്മാരായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയുമാണ്. അവരുടെ ഭാര്യമാരാണ് ലോകത്ത് കാഫിറുകൾക്കുള്ള ഉദാഹരണമായി വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു എടുത്തുദ്ധരിക്കുന്നത്. അതിനെ തുടർന്ന് വരുന്ന 11-ാമത്തെ ആയത്തിലൂടെ വിശ്വാസികൾക്കുള്ള ഉദാഹരണമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതാരാണ്? ഞാനാണ് രക്ഷിതാവെന്ന് പറഞ്ഞ ഫിർഔനിന്റെ ഭാര്യയെയാണ് അവിടെ വിശ്വാസികൾക്കുള്ള മാതൃകയായി എടുത്ത് ഉദ്ധരിക്കുന്നത്. മാത്രമല്ല, ആയത്തിൽ അവര്
അള്ളാഹുവോട് ആവശ്യപ്പെടുന്ന, തേടുന്ന അവരുടെ ഒരു തേട്ടത്തെയും അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ സ്വർഗം അത് ഒരു അനുഭൂതിയാണ്, ഒരു അനുഭവമാണ്, അത് അത്യത്ഭുതകരമാണ്. ആ സ്വർഗത്തിൽ ഒരു ഭവനമാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് എന്ന് ദുനിയാവിന്റെ ജീവിതത്തിൽ നമ്മളോട് ചോദിക്കുമ്പോൾ വീടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പറയാറുള്ളത് ഒരു വീടാണ്. എന്തിനാണ് വീട്? തന്റെ കുടുംബത്തോടൊപ്പം സമാധാനത്തോടു കൂടി കഴിയാൻ ദുനിയാവിന്റെ ജീവിതത്തിലെ ഒരു വീടാണ് എന്റെ സ്വപ്നം. ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനാണ് പലപ്പോഴും നാടും കുടുംബവും കൂട്ടുകാരെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്ന ആളുകൾ. അവരൊക്കെ തന്നെ പോകുന്ന സമയത്ത് പറയാറുള്ളത്, അത്യാവശ്യം എന്തെങ്കിലും വരുമാനമായാൽ, ഒരു വീട് വെച്ചാൽ, പിന്നെ കുടുംബത്തിന്റെ കൂടെ ഇങ്ങനെ താമസിക്കാനുള്ള ഒരവസ്ഥയിലെത്തിയാൽ എന്റെ പോക്ക് നിർത്തി ഞാൻ ഇവിടെ നിൽക്കും എന്നാണ്. അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹമാണ്, വീടില്ലാത്തൊരു മനുഷ്യന്റെ വലിയ ആഗ്രഹം ദുനിയാവിന്റെ ജീവിതത്തിൽ ഒരു വീട് ഉണ്ടാക്കുക എന്നതാണ്. അതിനുവേണ്ടി പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ സഹിക്കാറുമുണ്ട് എന്നാണ്. എന്നാൽ ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കുന്ന വീടുകൾ അത് എത്രമാത്രം ആഢ്യത്വം നിറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ ആഡംബരങ്ങൾ ഉൾക്കൊള്ളുന്നതാണെങ്കിലും അതൊക്കെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്നുകിൽ അവയെ വിട്ട് നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബോധ്യത്തിലുള്ളതാണ് നമ്മുടെ വീടും പരിസരവും ഒക്കെ ഒരു പ്രകൃതി ക്ഷോഭത്തിലോ മറ്റോ ആയി നശിച്ചു പോകുന്നു എന്നതാണ്. നശിച്ചു പോകുന്നതാണ് ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കുന്ന വീടുകൾ. ഒന്നുകിൽ വീട് നശിച്ചു പോകാം, ഇല്ലെങ്കിൽ അതിൽ താമസിക്കാൻ കഴിയാതെ നമ്മൾ ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകാം എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. എന്താണ് ആ ചോദ്യം? ആ ചോദ്യം നശിച്ചു പോകാത്ത ഒരു വീട്. നമ്മളൊക്കെ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ആര് തേടിയതുപോലെ, മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ തേടിയതുപോലെ, നിന്റെ പക്കൽ സ്വർഗത്തിലാണ് എനിക്കൊരു വീട് ആവശ്യമുള്ളത് എന്നാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കാനുള്ളത്, നമ്മളൊക്കെ തന്നെ പലപ്പോഴും നാവുകൊണ്ട് പറയുന്ന എന്താ നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയാറുള്ളത് സ്വർഗമാണ്, അല്ലെ? എന്നാൽ ആ സ്വർഗം ലഭ്യമാകണം എന്നത് നമ്മുടെ നാവ് കൊണ്ടുള്ള ഒരു തേട്ടം മാത്രമായി മാറുന്നുണ്ടോ, അതല്ല നമ്മുടെ മനസ്സുകളിലേക്ക് അത് ഇറങ്ങി നിൽക്കുന്നുണ്ടോ എന്നതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, അല്ലെ? നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വാചികമാണ്. സ്വർഗാണ് ലക്ഷ്യം പറയാറുണ്ട്. പക്ഷെ സ്വർഗം ലക്ഷ്യമാകുമ്പോ നമ്മുടെ ജീവിതത്തിൽ അതിൽ ഇടപെട്ടുകൊണ്ട് മാറ്റങ്ങൾ സ്വഭാവത്തിൽ, പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ആലോചിക്കാം. ഞാൻ ചോദിക്കട്ടെ, സ്വർഗം നമ്മൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? സ്വർഗം സ്വപ്നം കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നരകം നമുക്ക് ഭീതിതമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്തറിയോ? ഞാൻ എന്റെ മനസ്സിനോട് ചോദിക്കേണ്ടത്, ഞാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നരകത്തെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? സ്വർഗം സ്വപ്നം കാണാൻ കഴിയുക, നരകം സ്വപ്നം കാണാൻ കഴിയുക. നമ്മൾ എന്താ സ്വപ്നം കാണാറുള്ളത്? ഒന്നുകിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതിനെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്, ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളോ മകളോ മകനോ ഒക്കെ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പോകുന്നതിന്റെ മുമ്പ് പോയാൽ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ അധികരിക്കുന്ന ദിവസങ്ങളിൽ അവരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? രാത്രി സ്വപ്നത്തിൽ ദർശിക്കാറുണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നൊന്ന് സ്വപ്നം കാണുന്നത് എന്താ? പേടിപ്പെടുത്തുന്നതാ. നമ്മൾ ഭയപ്പെടുത്തുന്ന വല്ലതും കണ്ടെങ്കിൽ അതാണല്ലോ. കുട്ടികള് ഉറക്കത്തിലൊക്കെ ഒന്ന് പൊട്ടിക്കരയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, അവൻ പേടിപ്പെടുത്തുന്ന എന്തോ ഒന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ
സ്വർഗം സ്വപ്നം കാണാൻ കഴിയണമെങ്കിൽ ആ സ്വർഗം നമ്മുടെ നാവു കൊണ്ടുള്ള ലക്ഷ്യം മാത്രമാവാതെ നമ്മുടെ കൽബ് കൊണ്ടുള്ള ലക്ഷ്യമായി മാറുമ്പോഴാ ആ സ്വർഗത്തെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുക. നരകവും അങ്ങനെ തന്നെയാണ് എന്നാണ്. അപ്പൊ നമ്മൾ വെറും പറച്ചിൽ പറഞ്ഞാൽ പോരാ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റബ്ബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്. പടച്ച റബ്ബേ, നിന്റെ പക്കൽ എനിക്ക് ഒരു ഭവനമാണ് ആവശ്യമുള്ളത്. യഥാർത്ഥത്തിൽ ദുനിയാവിലെ വീടുണ്ടാക്കാനാട്ടോ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്. പരലോകത്ത് വീട് വാങ്ങാൻ ഒരു പ്രയാസമില്ല. നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ദുനിയാവിൽ എല്ലാ ആഡംബരങ്ങളും നിറഞ്ഞ ഒരു വീട് സ്വപ്നം കാണുന്ന നമ്മള് അതിനേക്കാളൊക്കെ എത്രയോ നമ്മുടെ ദുനിയാവിന്റെ ജീവിതത്തിൽ ആലോചിക്കാൻ കഴിയാത്ത, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത അത്ഭുതകരമായിട്ടുള്ള വീടുകളാണ്, ഭവനങ്ങളാണ് കാരുണ്യവാനായ നാഥൻ നമുക്ക് വേണ്ടി അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിന് ചെറിയ ഒരു ശ്രദ്ധയും അതേപോലെ തന്നെ കുറഞ്ഞ നേരത്തെ ഒരു പ്രവർത്തനവും ഉണ്ടായാൽ അത് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകന്റെ ചര്യയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ദുനിയാവിലൊരു വീടുണ്ടാക്കുന്ന ഇടങ്ങാറൊന്നും പരലോകത്ത് സ്വർഗത്തിൽ ഒരു വീട് വാങ്ങാൻ നമുക്ക് ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? ഒന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടോ, സൂറ സുമർ ഇങ്ങനെ ഓതിപ്പോകുമ്പോ അതിന്റെ 20-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ആർക്കാണ് സ്വർഗത്തിൽ മണിമാളികയുള്ളത് എന്ന് പറയുന്നുണ്ട്. ആരാ? നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ? അത് പറയാം. ലാകിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്. അത് പറയാം. ലാകിൻ പക്ഷേ, അല്ലദീന തഖൗ റബ്ബഹും തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്കെന്താ? ലഹും അവർക്കുണ്ട് എന്താണുള്ളത്? ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫ്, തട്ട് തട്ടായിട്ടുള്ള മണിമേടകളുണ്ട് എന്ന് പറഞ്ഞാൽ സുന്ദരമായ ഭവനങ്ങളുണ്ട്, തട്ടുകളുള്ള ഭവനങ്ങളുണ്ട്. ആർക്കാ? ലില്ലദീന തഖൗ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ്. മബ്നിയത്തുൻ, അത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അവ നമുക്ക് തട്ടുള്ള വീടുകൾ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. ആർക്കാ? തഖൗ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ. അതിന്റെ പ്രത്യേകത എന്താ? തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ മണിമാളികൾക്ക് അടിയിലൂടെ അതാ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞെന്തരോ? വഅദല്ലാഹ്, അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാകുന്നു. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അള്ളാഹു ഒരിക്കലും തന്നെ അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അപ്പൊ സ്വർഗം നേടാൻ എന്താ ആവശ്യമുള്ളത്? തഖ്വയാണ് ആവശ്യമുള്ളത്. എന്താ തഖ്വ? എന്താ തഖ്വ? നമ്മൾ പറയാറുണ്ട് അല്ലെ? ഇപ്പൊ മിമ്പറിൽ കയറിയപ്പോ ഞാനും പറഞ്ഞു, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബത്ത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് രണ്ടാം ഖലീഫയായിട്ടുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഇങ്ങനെ പരിശോധിച്ച് നോക്കി. ഇസ്ലാം ആകുന്നതിന് മുമ്പുള്ള ഉമറും ഇസ്ലാം ആയതിനു ശേഷമുള്ള ഉമറും തമ്മിലുള്ള ജീവിതത്തിന്റെ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. രാത്രിയെ പകുത്ത് ഓരോ സമയവും ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ വെച്ച് ജീവിച്ചു എന്നതാ. രാവും പകലും കൃത്യമായ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? മത്തഖ്വ യാ ഉബയ്യ്, ഉബയ്യെ എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തഖ്വ വിശദീകരിച്ചു കൊടുത്തു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താറിയോ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരു ഇടവഴിയെ സംബന്ധിച്ചാ പറഞ്ഞു കൊടുത്തത്. ആ ഇടവഴിയുടെ പ്രത്യേകത എന്താ? ആ ഇടവഴിയിൽ എല്ലാ വിധത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആ ഇടവഴിയിലൂടെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ
അദ്ദേഹം ആ ഇടവഴിയിലൂടെ സഞ്ചരിക്കണം. ഇടവഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴോ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പിലോ ഒന്നും തന്നെ ആ ഇടവഴിയിലെ മാലിന്യങ്ങളൊന്നും പുരളാതെ ആ ഇടവഴിയിലൂടെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചാൽ ആ ഇടവഴി അവസാനിക്കുന്നിടത്ത് അദ്ദേഹത്തിന് ഒരു നിധിയുണ്ട്. ആ നിധി ലഭിക്കണമെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണോ ആ ഇടവഴിയിലൂടെ നടന്നു പോകുന്നത്, അതാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞ സൂക്ഷ്മത എന്ന് അർത്ഥം പറഞ്ഞാൽ പോരാ, മറിച്ച് എന്താ തഖ്വ എന്ന് പറയുമ്പോ ദുനിയാവാകുന്ന ഇടവഴിയിൽ എല്ലാ ജീർണതകളും കാണുമ്പോ ആ ജീർണതകളിലേക്ക് മനസ്സ് പോവാതെ ആ ജീർണതകൾ തന്റെ ശരീരത്തിലോ അതേപോലെ തന്നെ തന്റെ വസ്ത്രത്തിലോ ആവാതെ തന്റെ ലക്ഷ്യമാകുന്ന ആ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് തഖ്വ എന്ന് പറയുന്നത്. അതാ തഖ്വ. തഖ്വ എന്ന് പറയുമ്പോൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോ അതത്ര എളുപ്പം പറഞ്ഞ് വാക്ക് തീർത്തു പോകാൻ കഴിയുന്ന ഒരു വാക്കല്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടതാ. അങ്ങനെ തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് ദുനിയാവിന്റെ ജീവിതത്തെ കൃത്യമായി തിരിച്ചറിയുന്ന മനുഷ്യന് അവൻ എന്താണ് കാത്തിരിക്കുന്നത്? ലഹും ഉറഫൻ മിൻ ഫൗഖിഹാ ഉറഫ്. അവന് മേൽക്കുമേൽ അട്ടികളാക്കപ്പെട്ടിട്ടുള്ള മണിമേടകളാണ് അവന് വേണ്ടി അള്ളാഹു നിർമ്മിച്ചിട്ടുള്ളത്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് വഅദല്ലാഹ്, അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മാത്രമല്ല ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, ഒരിക്കലും അള്ളാഹു തന്റെ ആ വാഗ്ദാനത്തെ അവൻ ഒരിക്കലും തന്നെ ലംഘിക്കുകയില്ല. നിങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് സുപരിതമായ ഒരായത്തിലൂടെ അള്ളാഹു പറഞ്ഞു തന്നില്ലേ ആർക്കാണ് സ്വർഗം എന്ന് പറയുമ്പോ അവിടെ പറഞ്ഞത് അവന്റെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത മാത്രമാണ്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. ഫഅമ്മാമൻ ഖാഫ, ആര് ഭയപ്പെടുന്നു? എന്താണ് ഭയപ്പെടുന്നത്? മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണം. തന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണം. തന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതെല്ലാം ആ റബ്ബിന്റെ മുമ്പിൽ വിചാരണ നടത്തപ്പെടും. അതുകൊണ്ടോ ആ റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഒന്നും മറച്ചു വെക്കുവാനോ മായ്ച്ചു കളയുവാനോ കഴിയില്ല. ആ സമയത്ത് അതിനു മുമ്പ് മായ്ച്ചു കളയാനുള്ള സമയമുണ്ടായിരുന്നു. ആ സമയം ഉപയോഗപ്പെടുത്തിയവനാണ് അവൻ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി. അതുകൊണ്ടോ എനിക്ക് ഇങ്ങനെ പോയി നിൽക്കേണ്ടിവരുന്നുണ്ട് റബ്ബിന്റെ അടുത്ത്, അന്ന് ആരും സഹായിക്കാണ്ടാവില്ല എന്ന ബോധത്തോടുകൂടി അവന്റെ ഇച്ഛകളുണ്ട്, അവന്റെ തോന്നലുകളുണ്ട്. ആ തോന്നലുകളെല്ലാം അവൻ ദുനിയാവിന്റെ തമ്മാടിത്തങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, ഇച്ഛകളിൽ നിന്ന് മോഹങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പടച്ചോൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി എന്ന ഒരു പ്രയാസമില്ല. ശ്രദ്ധിച്ചാൽ മാത്രം മതി. ശ്രദ്ധയുണ്ടാവണം, ആ ബോധ്യമുണ്ടാവണം. എന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് അത് സ്വർഗമാണ് എന്ന ഒരൊറ്റ ബോധമുണ്ടായാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എളുപ്പമാണ് ആ സ്വർഗത്തിൽ ഒരു ഭവനം നേടിയെടുക്കുക എന്ന് പറയുന്നു. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയത്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയത്, നമ്മളിൽ ഉണ്ടാകേണ്ട മറ്റൊരു ഗുണം സ്വർഗം കിട്ടാൻ, അത് എവിടെ പറഞ്ഞു? സൂറ ഫുർഖാനിലാണ്. സൂറ ഫുർഖാനിന്റെ പരാമർശം അതിന്റെ 75-ാമത്തെ ആയത്ത് ഇങ്ങനെയാ. അവസാനത്തെ ആ ആയത്തുകളിൽ പെടുന്ന 75-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ആർക്കാണ് സ്വർഗം എന്ന് പറയുമ്പോ അവിടെ പറഞ്ഞതോ ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ആർക്കാ സ്വർഗം? ഉലൈക, അക്കൂട്ടർ എന്ന് പറഞ്ഞു. ആരാ കൂട്ടർ? ഇബാദുർ റഹ്മാനാണ്, അള്ളാഹുവിന്റെ അടിയാറുകളാണ്. അവരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു പോരുമ്പോഴാണ് അള്ളാഹു പറഞ്ഞത് ഉലൈക, കൂട്ടർക്ക് യുജ്സൗന, അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയാണ്. എന്താണ് പ്രതിഫലം നൽകപ്പെടുന്നത്? അൽ ഗുർഫത, നേരത്തെ പറഞ്ഞ തന്നെയാ, മണിമാളികയാണെങ്കിൽ ഉന്നതമായ മാളികയാണ്, മാടമാണ് അവർക്ക് പ്രതിഫലമായി നൽകപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് ആ പ്രതിഫലം നൽകാനുള്ള കാരണം ബിമാ സബറു, അവർ ക്ഷമിച്ചു എന്നതുകൊണ്ടാണ്. മാത്രമല്ല വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ, അവർക്ക് സമാധാന ആശംസകളോടെയും അഭിവാദ്യത്തോടെയും അവർ അവിടെ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. സ്വർഗത്തിലെ അഭിവാദ്യം ചെയ്യും.
സമാധാന മംഗള ആശംസകൾ പറയും. അല്ലേ? അങ്ങനെ അവരെ സ്വീകരിച്ച് ആനയിച്ച ആ സ്വർഗത്തിൽ അതിന്റെ അവർക്ക് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട ഭവനത്തിലേക്ക് അവരെ ആനയിച്ചു കൊണ്ടുപോകും. എന്തേ? അവരുടെ ഗുണം സബറു, അവർ ക്ഷമിച്ചു. ദുനിയാവിന്റെ ജീവിതത്തിൽ ക്ഷമ ഉണ്ടാവുക. എപ്പോഴാ ക്ഷമിക്കേണ്ടത്? എപ്പോഴാ ക്ഷമിക്കേണ്ടത്? പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ അവിടെ ക്ഷമ കൈക്കൊള്ളാൻ. അല്ലെ? നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് മനുഷ്യനെ പരീക്ഷിക്കാനാണ് പടച്ച റബ്ബ് ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് വിട്ടിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. അവിടെയൊക്കെ ക്ഷമ കൈക്കൊള്ളുന്ന മനുഷ്യനാണ്, ആ ക്ഷമ കൈക്കൊള്ളുന്ന മനുഷ്യനാണ് സ്വർഗത്തിൽ ഒരു മണിമാളികയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോ ഇവിടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ക്ഷമിച്ചുകൊണ്ട്, നിങ്ങൾ ഇന്നലെ നമ്മൾ കേട്ടൊരു വാർത്തയുണ്ടല്ലോ, ഏറ്റവും പ്രിയപ്പെട്ട 4 പെൺമക്കളാണ് അല്ലേ, അള്ളാഹുവിന്റെ വിധിക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അവര് മരണപ്പെട്ടു പോയത്. ആ വീടിനുണ്ടായ, നാട്ടുകാർക്കുണ്ടായ, അല്ലെങ്കിൽ ആ വീട്ടുകാർക്കുണ്ടായ പ്രയാസത്രേ. അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകും. ദുനിയാവിന്റെ ജീവിതം അങ്ങനെയാ. ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമുക്കിഷ്ടമില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിടെ ക്ഷമ കൈക്കൊള്ളുക എന്നത് ഒരു വിശ്വാസിയുടെ ഗുണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും പറഞ്ഞു. അതാ ക്ഷമിച്ചു. ഇന്നലെ ആ മക്കളുടെ മാതാപിതാക്കള് ക്ഷമിച്ചുവെങ്കിൽ അവർക്ക് കാത്തിരിക്കുന്നത് സ്വർഗമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അല്ലെ? സബറു, ആ പിഞ്ചു മക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കാം, ഇങ്ങനെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നമ്മൾ ആഗ്രഹിക്കാത്ത പലതും കടന്നു വരും. അതൊക്കെ കടന്നു വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇതൊക്കെ എന്റെ റബ്ബ് എനിക്ക് നൽകുന്ന പരീക്ഷണമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളാൻ കഴിയുക എന്നതാണ്. അല്ലെ? ക്ഷമ എപ്പോഴാ വേണ്ടത്? ക്ഷമ എപ്പോഴാ വേണ്ടത്? എല്ലാം കഴിഞ്ഞിട്ട് ക്ഷമിക്കല്ലോ. നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുക അങ്ങനെ. പലപ്പോഴും എല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ സബ്റു ഇൻദ സദമത്തിൽ ഊല. ആദ്യഘട്ടത്തിൽ ക്ഷമ വേണ്ടത്. കാരണം ഇന്ന് നമുക്കൊരു ആപത്ത് വന്നുപെടുമ്പോ അതിനു മുമ്പ് നമസ്കരിച്ച നമസ്കാരാനന്തരം നമ്മളൊക്കെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാ, നീ നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ ഒരാളോ ഇല്ല റബ്ബേ എന്ന് പറഞ്ഞൊരു മനുഷ്യന് നമ്മുടെ ജീവിതത്തിലേക്ക് എത്രമേൽ പ്രയാസകരമായ കാര്യങ്ങൾ കടന്നു വരുമ്പോഴും അവിടെ അവന്റെ മനസ്സിനെ അവനെ പിടിച്ചു നിർത്താൻ കഴിയും. അല്ലെ? സൂറ ഹദീദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്നു, ഭൂമിയിൽ ഒരു ആപത്ത് ബാധിക്കുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് സംഭവിക്കുന്നതിന് മുമ്പ് അത് വളരെ കൃത്യമായി അല്ലാഹു രേഖപ്പെടുത്താതെ ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് അല്ലാഹുക്ക് എളുപ്പമുള്ളതാ. എന്തിനാ അങ്ങനെ ചെയ്തത്? ലിക്കൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ അമിതമായി ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അല്ലേ? കുട്ടി വായിക്കേണ്ട ഒരു ഹദീസ് എന്താ? അജബൽ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ ജീവിതത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം അവന് നന്മയാണ് എന്ന് പറഞ്ഞാൽ അവന് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ ക്ഷമ കൈക്കൊള്ളാനും സന്തോഷമുണ്ടാകുമ്പോ ശുക്ർ കാണിക്കാനും കഴിയുന്നവനാണ് പരലോകത്ത് ആ മണിമാളിക നൽകപ്പെടുന്നത്, സ്വർഗത്തിൽ മണിമാളിക നൽകപ്പെടുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ബിമാ സബറു, അവർ ക്ഷമിച്ചു എന്ന കാരണത്താൽ അവർക്ക് അഭിവാദ്യം നൽകപ്പെടുകയും അവരെ സ്വീകരിക്കപ്പെടുകയും സമാധാനത്തിന്റെ ആശംസകൾ അവർക്ക് നൽകപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. എന്താ വേണ്ടത്? ക്ഷമിക്കാൻ കഴിയുക. എന്ത് വന്നാലും പടച്ച റബ്ബ് നൽകിയതാ. അല്ലെ? നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ നമ്മൾ എണ്ണിപ്പറയുന്ന ഒരു കാര്യ എന്ത്? നന്മയും തിന്മയും അള്ളാഹുവിങ്കൽ നിന്നാണ് എന്ന വിശ്വാസം. അതുണ്ടാകുമ്പോഴോ എന്ത് വന്നാലും ക്ഷമ കൈക്കൊള്ളാൻ കഴിയും.
എന്ത് പ്രയാസങ്ങൾ വന്നാലും അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം. ഇത് എളുപ്പമുള്ള കാര്യമാണ്. നമ്മളൊന്ന് ശ്രദ്ധ മാത്രം വെച്ചാൽ മതി എന്നാണ് അല്ലെ. മൂന്നാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല സംസാരം ഉണ്ടാവുക എന്നുള്ളതാണ്. സംസാരം എന്താവുക? മാന്യമായി സംസാരിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖുലൂ ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വാക്ക് പറയണം. നല്ല വാക്ക് പറഞ്ഞാലോ, സംസാരം നന്നാക്കിയാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നന്നായി കിട്ടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച തെറ്റുകൾ നിങ്ങൾക്ക് മാപ്പ് നൽകപ്പെടും. അതിന്റെ അവസാനം, ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത് ഫഖദ് ഫാസ ഫൗസൻ അളീമ, അവനാ ഏറ്റവും നല്ല വിജയം നേടിയവൻ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുക. സംസാരം നന്നാക്കുക, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അനാവശ്യം സംസാരിക്കൂല അല്ലെ. അതേപോലെ തന്നെ സംസാരം ആളുകളെ പരിഹസിച്ചുകൊണ്ടാവൂല, ആളുകളെ വേദനിപ്പിക്കുന്ന സംസാരം ഉണ്ടാവൂല. എന്റെ സംസാരം അത് അള്ളാഹ് പറഞ്ഞ പോലെ ഏറ്റവും നല്ല സംസാരമായിരിക്കും അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മയ്യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആള് ഫലിയഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ. നല്ലത് പറയല്ലെങ്കിലോ ഔലിയസ്മുത്ത്, എന്തെങ്കിലും പറയട്ടെ എന്നല്ല, അവൻ മിണ്ടാണ്ടിരിക്കട്ടെ. ഈ ഗുണം നമുക്കുണ്ടായാൽ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ സംസാരിക്കുന്ന ഒരു അവസ്ഥയില്ലാതിരുന്നാൽ അവന് അതുവഴി പാപങ്ങളെ പുറത്തു കൊടുക്കപ്പെടുകയും അവന്റെ പ്രവർത്തനങ്ങളെ നന്നാക്കി തീർക്കുകയും അങ്ങനെ ഏറ്റവും നല്ല വിജയം, സ്വർഗം നേടുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. മറ്റൊന്ന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്കൊരാളെ ഭക്ഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവരെ ഭക്ഷിപ്പിക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ഒന്നുകൂടെ പ്രവാചകൻ പറഞ്ഞു കേട്ടോ, ഇന്ന ഫിൽ ജന്നതി ഗുർഫ, സ്വർഗത്തില് ഒരു മണിമാളികയുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? തുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ, അതിന്റെ അകത്ത് നിന്ന് നോക്കിയാൽ അതിന്റെ പുറഭാഗം കാണും. മാത്രമല്ല വബുതൂനുഹാ മിൻ ളുഹൂരിഹാ, നേരെ തിരിച്ച് എന്ത് ചെയ്യുന്നു? അവരുടെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറംഭാഗം കാണുന്നു, പുറത്തു നിന്ന് നോക്കിയാൽ ഉൾഭാഗം കാണുന്നു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ഫടികം കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരമായിട്ടുള്ള ഒരു ഭവനമാണ്. ഇത് കേട്ടപ്പോ അത് കേട്ടു നിൽക്കുന്ന ഒരു അഅറാബിയായ മനുഷ്യൻ അദ്ദേഹം ഇടപെടുക. ഫഖാമ അഅറാബിയുൻ ഫഖാല, ഒരു അഅറാബിയായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇത്രയും ഐശ്വര്യമുള്ള ആ ഭവനം സ്വർഗത്തിൽ ആർക്കാണ് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകുന്ന മറുപടി എന്തറിയോ? ലിമൻ അതാബൽ കലാം, ആര് സംസാരം നന്നാക്കിയോ അവനാണ് ആ ഭവനമുള്ളത്. മറ്റൊന്ന് പ്രവാചകൻ പറഞ്ഞു, വഅതഅമ തആം, ആര് മറ്റൊരു മനുഷ്യനെ ഊട്ടിയോ അല്ലെങ്കിൽ ഭക്ഷിപ്പിച്ചോ അവനാണ് അതുള്ളത്. വഅദാമ സിയാം, ആര് നോമ്പ് പതിവാക്കിയോ അവനാണ് അതുള്ളത്. അതേപോലെ തന്നെ വസല്ലാ ബില്ലൈലി വന്നാസി നിയാമുൻ വന്നാസു നിയാമുൻ, മറ്റു മനുഷ്യരെല്ലാം ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ചവനുണ്ടോ അവനാണ് ആ ഭവനമുള്ളത്. നിങ്ങൾ ഇതിലേതാ നമുക്ക് പ്രയാസമുള്ളത്? ഒരു വിശക്കുന്ന മനുഷ്യനെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ് അല്ലെ, പറ്റുന്ന സമയങ്ങളിലെല്ലാം നോമ്പനുഷ്ഠിക്കുക എന്നത്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഇല്ലെങ്കിൽ കൊണ്ടുവരേണ്ട ഒന്ന് മാത്രം, രാത്രിയില് ഒരു 3 റക്അത്തെങ്കിലും ആ റബ്ബിന്റെ മുമ്പിൽ തലവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് നമുക്ക് നേടിത്തരുന്നത് സ്വർഗത്തിൽ സ്ഫടിക സമാനമായിട്ടുള്ള ഒരു മന്ദിരമാകുന്നു എന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, സ്വർഗം നേടാൻ ദുനിയാവിലൊരു വീടുണ്ടാക്കാൻ വരുന്ന അധ്വാനം പോലും ആവശ്യമില്ല. നമ്മളിങ്ങനെ ചില ശ്രദ്ധകൾ മാത്രം ഉണ്ടായാൽ മതി എന്നാണ് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ, പ്രവാചകന്റെ സുന്നത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.